ഒരു വാഹനത്തിൽ ക്രൂയിസ് കൺട്രോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ബ്രേക്കിംഗ് സിസ്റ്റം നിയന്ത്രിക്കുക, ഗിയർ ഓട്ടോമാറ്റിക്കായി മാറ്റുക, ആക്സിലറേറ്റർ ഉപയോഗിക്കാതെ സ്ഥിരമായ വേഗത നിലനിർത്താൻ വാഹനം സ്റ്റിയർ ചെയ്യുക. ആൻസർ വരുന്നത് ആക്സിലറേറ്റർ ഉപയോഗിക്കാതെ സ്ഥിരമായ വേഗത നിലനിർത്താൻ. റോഡിന് സമാന്തരമായി പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പാർക്കിംഗ് സ്ഥലത്ത് മുന്നിലുള്ള വാഹനവുമായി നേർരേഖയിലാക്കുക, കണ്ണാടികളും ബ്ലൈൻഡ് സ്പോട്ടുകളും പരിശോധിക്കുക, പാർക്ക് ചെയ്യുന്നതിന് മുമ്പ് സിഗ്നൽ നൽകുക, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ വരുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം. MSMന്റെ ശരിയായ ക്രമം എന്താണ്? സിഗ്നൽ, മെനുവർ, മിറർ. മിറർ, സ്പീഡ്, മെനുവർ. മിറർ, സിഗ്നൽ, മെനുവർ. സിഗ്നൽ, മിറർ, മെനുവർ. ആൻസർ വരുന്നത് മിറർ, സിഗ്നൽ, മെനുവർ. MSM തത്വമനുസരിച്ച് എപ്പോഴാണ് നിങ്ങളുടെ കണ്ണാടികൾ പരിശോധിക്കേണ്ടത്? പാത മാറുമ്പോൾ മാത്രം, സിഗ്നൽ നൽകുന്നതിനും എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നതിനും മുമ്പ്, സിഗ്നൽ നൽകിയ ശേഷം, വളവ് വളഞ്ഞതിന് ശേഷം. ഇവിടെ ആൻസർ വരുന്നത് സിഗ്നൽ നൽകുന്നതിനും എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നതിനും മുമ്പ്. ഇനി പറയുന്നവയിൽ ഏതാണ് PSL തത്വത്തെ നന്നായി വിവരിക്കുന്നത്? പൊസിഷൻ, സ്പീഡ്, ലുക്ക്. പൊസിഷൻ, സിഗ്നൽ, ലുക്ക്. പൊസിഷൻ, സ്പീഡ്, മെനുവർ. പൊസിഷൻ, സ്പീഡ്, മിറർ. ആൻസർ വരുന്നത് പൊസിഷൻ, സ്പീഡ്, ലുക്ക്. PSL തത്വമനുസരിച്ച് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായി പരിശോധിക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത, റോഡിൻ്റെ സ്ഥാനം, നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ടുകൾ, നിങ്ങളുടെ പുറകിലെ കാർ. ആൻസർ റോഡിൻ്റെ സ്ഥാനം. ഇടത്തേക്ക് തിരിയാൻ നിങ്ങൾ ഒരു ജംഗ്ഷനെ സമീപിക്കുകയാണ്. MSM തത്വമനുസരിച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇടത്തേക്ക് സിഗ്നൽ ചെയ്യുക, തുടർന്ന് മിററുകൾ പരിശോധിച്ച് തിരിയുക. ഇടത്തേക്ക് സിഗ്നൽ നൽകി ഉടൻ തിരിയുക. തിരിഞ്ഞതിന് ശേഷം കണ്ണാടികളും ബ്ലൈൻഡ് സ്പോട്ടുകളും പരിശോധിക്കുക. മിററുകൾ പരിശോധിക്കുക. ഇടത്തേക്ക് സിഗ്നൽ ചെയ്യുക, തുടർന്ന് സുരക്ഷിതമായി തിരിയുക. ആൻസർ വരുന്നത് മിററുകൾ പരിശോധിക്കുക, ഇടത്തേക്ക് സിഗ്നൽ ചെയ്യുക, തുടർന്ന് സുരക്ഷിതമായി തിരിയുക. PSL തത്വമനുസരിച്ച് ലുക്ക് ഘട്ടം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ ശരിയായ വേഗതയിലാണ് പോകുന്നതെന്ന് ഉറപ്പിക്കാൻ, നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അന്ധതയിലോ അപകടകരമായ സ്ഥാനങ്ങളിലോ ആരുമില്ലെന്ന് ഉറപ്പിക്കാൻ, റോഡിന് ആവശ്യത്തിന് വീതിയുണ്ടോ എന്ന് പരിശോധിക്കാൻ, നിങ്ങളുടെ കണ്ണാടികൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ. ആൻസർ വരുന്നത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അന്ധതയിലോ അപകടകരമായ സ്ഥാനങ്ങളിലോ ആരും ഇല്ലെന്ന് ഉറപ്പിക്കാൻ. എപ്പോഴാണ് നിങ്ങൾ MSM തത്വം പിന്തുടരേണ്ടത്? നിങ്ങൾ തിരിയാനോ മറികടക്കാനോ ദിശ മാറ്റാനോ ആസൂത്രണം ചെയ്യുന്ന ഓരോ തവണയും. ഓവർടേക്ക് ചെയ്യുമ്പോൾ മാത്രം. റെസിഡൻഷ്യൽ ഏരിയകളിൽ വാഹനം ഓടിക്കുമ്പോൾ. ക്യാരിയേജ് വേകളിൽ മാത്രം. ആൻസർ വരുന്നത് നിങ്ങൾ തിരിയാനോ മറികടക്കാനോ ദിശ മാറ്റാനോ ആസൂത്രണം ചെയ്യുന്ന ഓരോ തവണയും. കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു സുപ്രധാന സുരക്ഷാ ഉപകരണം താഴെ പറയുന്നതിൽ ഏത്? ചൈൽഡ് സീറ്റ് ബെൽറ്റ്, ചൈൽഡ് റെസ്ട്രെയിന്റ് സിസ്റ്റം, ബേബി ഓൺബോർഡ് സേനേജ്, ചൈൽഡ് ഹെഡ് റെസ്റ്റ്. ആൻസർ വരുന്നത് ചൈൽഡ് റെസ്ട്രെയിന്റ് സിസ്റ്റം. ചരക്കുകളുടെയോ യാത്രക്കാരുടെയോ ഒരു പ്രത്യേക ഗതാഗത ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചതോ മാറ്റിയതോ ആയ ഒരു മോട്ടോർ വാഹനത്തെ ഡാഷ് എന്ന് പറയുന്നു. ചരക്ക് വാഹനം, ഓൾട്ടേഡ് വെഹിക്കിൾ, പൊതുസേവന വാഹനം, പ്രത്യേക ഉദ്ദേശ വാഹനം. ഇവിടെ ആൻസർ വരുന്നത് പ്രത്യേക ഉദ്ദേശ വാഹനമാണ്. എല്ലാവരും ഓൾട്ടേഡ് വെഹിക്കിൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള അപേക്ഷ നൽകേണ്ട ഫോമിനെ കുറിച്ചുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫോം 1, ഫോം 2, ഫോം 3, ഫോം 4. ഫോം 2 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. താഴെ പറയുന്ന രേഖകളിൽ ഒരു ലേണേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന് എടുക്കുന്നതിനുള്ള വിലാസവും പ്രായവും തെളിയിക്കുന്നതിനായി പരിഗണിക്കാത്ത രേഖകൾ ഏതാണ്? ആധാർ കാർഡ്, ഇലക്ട്രൽ റോൾ, ലൈഫ് ഇൻഷുറൻസ് പോളിസി, വൈദ്യുതി അല്ലെങ്കിൽ ടെലഫോൺ ബില്ലുകൾ.
വൈദ്യുതി അല്ലെങ്കിൽ ടെലഫോൺ ബില്ലുകൾ എന്നതാണ് ശരിയായ ആൻസർ. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്ന സമയം എപ്പോൾ? കാലഹരണപ്പെടുന്നതിന് 1 വർഷം മുമ്പ്, കാലഹരണപ്പെട്ട തീയതി കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ, മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ടും ശരിയാണ്, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആൻസർ വരുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ 2 ശരിയാണ്. 1 വർഷത്തിന് മുൻപും അതിന് ശേഷവും, അതായത് 1 വർഷത്തിന് ശേഷവും നമുക്ക് പുതുക്കുവാൻ കഴിയും. ഒരു മോട്ടോർ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷാ ഫോം ഏതാണ്? ഫോം 19, ഫോം 20, ഫോം 21, ഫോം 22. ആൻസർ വരുന്നത് ഫോം 20. തേർഡ് രജിസ്ട്രേഷൻ മാർക്ക് ഉൾപ്പെടെയുള്ള ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് എന്ന് മുതലാണ് വാഹനത്തോടൊപ്പം വാഹന നിർമ്മാതാക്കൾ നൽകുന്നത്? 2018 ഏപ്രിൽ 1-ാം തീയതി മുതൽ, 2018 ഒക്ടോബർ 1-ാം തീയതി മുതൽ, 2019 ഏപ്രിൽ 1-ാം തീയതി മുതൽ, 2019 ഒക്ടോബർ 1-ാം തീയതി മുതൽ. ആൻസർ വരുന്നത് 2019 ഏപ്രിൽ 1-ാം തീയതി മുതൽ. ചരക്ക് വാഹനങ്ങളുടെ മുന്നിൽ ഘടിപ്പിച്ച ടോപ്പ് ലൈറ്റുകളുടെ നിറം ഡാഷ് ആകുന്നു? വെള്ള, മഞ്ഞ, പച്ച, ചുവപ്പ്. ആൻസർ വരുന്നത് വെള്ള. ഡാഷ് ആണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഫോം? ഫോം 40, ഫോം 51, ഫോം 59, ഫോം 59A. ആൻസർ വരുന്നത് ഫോം 59. ഭാരത് സ്റ്റേജ് 6 മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിക്കുന്ന വാഹനങ്ങൾക്ക് പുകമലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഡാഷ് ആകുന്നു? 6 മാസം, 1 വർഷം, 18 മാസം, 2 വർഷം. ആൻസർ 1 വർഷം. ഇതോടുകൂടി ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. 17ാമത്തെ ലെവലിൽ വരുന്നത് 19 ചോദ്യങ്ങളാണ്. അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.